മനസ്സിൽ ഉരുവിട്ട കവിതകൾ പുസ്തക രൂപത്തിലായതിന്റെ സന്തോഷത്തിലാണ് കുഞ്ഞു കവികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന റാഫിയും റസൂലും. മലപ്പുറം ജില്ലയിലെ കാളികാവ് അമ്പലക്കടവ് സ്വദേശി സഫലുദ്ദീന്റെ മക്കളായ ഇരുവരുടെയും പുസ്തക പ്രകാശനം ചെയ്തതാകട്ടെ മലയാളത്തിന്റെ സാഹിത്യകുലപതി MT വാസുദേവൻ നായരാണ്. കുട്ടികളെ കാണുമ്പോൾ ഒരു പാട്ടുപാടാനോ ഡാൻസ് കളിക്കാനോ ആണ് ആരും പറയുക. എന്നാൽ മലപ്പുറം കാളികാവ് അമ്പലക്കടവ് സ്വദേശി ഫസലുദ്ദീന്റെ മക്കളായ റാസിയെയും റസലിനെയും കണ്ടുമുട്ടിയാൽ ഒരു കവിത എഴുതാനാകും ആവശ്യപ്പെടുക. UKGയിൽ പഠിക്കുന്ന റസലിനോടും 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന റാസിയോടും ഒരുപക്ഷെ ഇത് ആവശ്യപ്പെടാൻ അപരിചിതർ ആദ്യമൊന്ന് അമ്പരക്കും. എന്നാൽ ഇവരുടെ പുറത്തിറങ്ങിയ 2 പുസ്തകങ്ങൾ കണ്ടാൽ ആ സംശയവും തീരും. ഫുട്ബോളിനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന റാസിയുടെ കവിതകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. കേട്ടുകേൾവി മാത്രമുള്ള അമേരിക്കയെക്കുറിച്ച് എഴുതി റസലും വിസ്മയപ്പെടുത്തുന്നു. നിഷ്കളങ്കതയും തമാശയും കൂട്ടിയിണക്കിയ കുരുന്നുകളുടെ കലാസൃഷ്ടിക്ക് മാതാപിതാക്കളുടെ പ്രോത്സാഹനവുമായപ്പോൾ സചിത്രമായ 2 പുസ്തകങ്ങളുമായി. മക്കളെ അവരുടെ ഭാവി ജീവിതത്തിൽ അവരുടെ പഠനത്തോടൊപ്പം അവർ ഏത് മേഖലയിലാണെങ്കിലും ഈ സാഹിത്യവും ഇതുപോലുള്ള കഥകളും പാട്ടും നോവലും അതുപോലെ തന്നെ മനുഷ്യനെ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ സമൂഹത്തോട് പറയാനുള്ളത് അവരുടെ പുസ്തകത്തിൽ അവരത് പറയും. അവരെ അങ്ങനെ ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള എല്ലാ സൗകര്യവും ഞങ്ങളുടെ നാട്ടിലെ ലൈബ്രറികളിലുണ്ട്. കോഴിക്കോട് JDTയിലെ മുൻ ലൈബ്രറിയനായ ഫസലുദ്ദീൻ മക്കളായ റാസിയും റസലും ഓരോ വിഷയത്തെക്കുറിച്ച് പാടുന്നത് മൊബൈൽ റെക്കോർഡ് ചെയ്തും കേട്ടെഴുതിയുമാണ് റസലിന്റെ മഴവില്ല് കാണാം എന്ന പുസ്തകവും റാസിയുടെ മരത്തിന്റെ ഇലകളും ജനിക്കുന്നത്. എഡിറ്റ് ചെയ്തതാകട്ടെ ഭാര്യ ഫമിതയും. 2 പുസ്തകങ്ങളും സാഹിത്യകുലപതി MT വാസുദേവൻ നായർ ഒരു ചടങ്ങിൽ വെച്ച് പ്രകാശനവും ചെയ്തു. കവിത രചിച്ചും അത് പാടി നോക്കിയും 2 കുരുന്നു പ്രതിഭകൾ അങ്ങനെ കവിതയുടെ ലോകത്തേക്ക് പിച്ചവെക്കുകയാണ്. സാഹിത്യകുലപതിയുടെ അനുഗ്രഹാശിസോടെ. ക്യാമറാമാൻ മുനീഫിനോടൊപ്പം അജീഷത്തോളി, ജീവൻ ന്യൂസ്, കോഴിക്കോട്.